ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 76 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരവന്ദകാസം വാതാലയേശമനിശങ്കൃതി ഭാവയാമി. ശ്ലോകം 7. ഏവം പ്രായൈർ വിവശവജനൈരാകുലാഗോപികാസ്ത്വാം തും സന്ദേശൈ പ്രകൃതിയനയൻ സ്വോധ വിജ്ഞാനഗർഭൈ ഭൂയാസ്താഭിർമുദിതമതിഭി സ്ത്വന്മയീഭിർവധൂഭീം തൻ തൻ വാർത്താ സരസമനയൻ കാനിചിൻ മാസരാണി. അന്വയം. അർത്ഥം. അഥ അനന്തരം, സഹ ആ ഉദ്ധവർ, ഏവം പ്രായൈ ഇപ്പറയപ്പെട്ടവയായ, വിവശവചനൈ പാരവശ്യം കാട്ടുന്ന വാക്കുകൾ കൊണ്ട്, ആകുലാക ആകുലകളായ, താഹ ആ ഗോപികാഹ ഗോപികമാരെ, വിജ്ഞാന ഗർഭൈ വിജ്ഞാനം നിറഞ്ഞ, തൽ സന്ദേശൈ ത്വത്സന്ദേശൈ അങ്ങയുടെ സന്ദേശത്താൽ, പ്രകൃതി സ്വസ്ഥയെ ആനയൻ നയിച്ചു, ഭൂയക വീണ്ടും, മുദിതമതിഭി സന്തുഷ്ടമായ മനസ്സോടുകൂടി, ത്വന്മയീഭി ത്വന്മയീഭാവം പ്രാപിച്ചവരായ, താഭി വധുഭി ആ ഗോപികമാരോടുകൂടി, തത്വദ്വാർത്ത സരസം അതതു വർത്തമാനങ്ങൾ സരസമാകും വണ്ണം പറയുക നിമിത്തം സന്തുഷ്ടങ്ങളായ, കാനിചിൻ ഏതാനും ചില, വാസരാണി ദിനങ്ങൾ, അനയൻ അവിടെ കഴിച്ചുകൂട്ടി. ഹരിവും. സാരം. പറയപ്പെട്ടതുപോലെ അവശങ്ങളായ പല വാക്കുകൾ പറഞ്ഞ് ഗോപികമാരെ ഉദ്ധവർ ആത്മജ്ഞാനം നിറഞ്ഞ ഉപദേശങ്ങൾ കൊണ്ട്, ഭഗവാന്റെ സന്ദേശം കൊണ്ട് സമാധാനപ്പെടുത്തി. ഗോപികമാരുടെ മനസ്സപ്പോൾ വ്യത മാറി തെളിഞ്ഞ് സന്തോഷിക്കുകയും, നിരന്തര ധ്യാനത്താൽ അവർ ഭഗവന്മയികളായി തീരുകയും ചെയ്തു. അവരോടൊത്ത് ഭഗവത് കഥകൾ പറഞ്ഞ് ആനന്ദകരങ്ങളായ ഏതാനും ദിവസങ്ങൾ ഉദ്ധവർ അവിടെ ചെലവഴിച്ചു. ഹരി ഓം. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. ത്വൻ പ്രോദ്ഗാനൈ സഹിതമനിശം സർവദോ ഗേഹകൃത്യം ത്വം വാർത്തൈവ പ്രസരതിമിതാസൈവ ചോത്സ്വാപലാഭാം ചേഷ്ടാപ്രായാസ്ത്വദ് അനുകൃതാസ്ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വിമോഹം അധിക വിസ്മയാദുദ്ധബോധയം. അന്വയം. അർത്ഥം. സർവത്ര എല്ലായിടത്തും, സർവത എല്ലായിടത്തും, അനിശം എപ്പോഴും, ഗേഹകൃത്യം ഗൃഹകാര്യങ്ങൾ, പ്രോദ്ഗാനൈഹി അങ്ങയുടെ ലീലാവരങ്ങളായ സഹിതം ഗാനങ്ങളോടു കൂടിയാകുന്നു, മിഥ തങ്ങളിൽ, തൻ വാർത്ത ഏവ അങ്ങയെ കുറിക്കുന്ന വാർത്തകൾ തന്നെ, പ്രസരതി വെളിയിലേക്ക് വരുന്നു, ഉത്സ്വാപലാഭാക ഉറക്കത്തിൽ പറയുന്ന ഭാഷണം പോലും, സ ഏവ അങ്ങയെ കുറിക്കുന്നവയാകുന്നു. ചേഷ്ടാക ചേഷ്ടകൾ ചെയ്തികൾ, പ്രായക മിക്കവാറും, ത്വദനുകൃതയ അങ്ങയെ അനുകരിച്ചുള്ളവയാകുന്നു, ഏവം ഇപ്രകാരം, തത്ര അവിടെ, സർവം എല്ലാം, ത്വന്മയം ഭഗവന്മയമായി, ദൃഷ്ട്വ കണ്ടിട്ട്, അയം ഈ ഉദ്ധവ ഭക്തനായ ഉദ്ധവർ, അധികം വളരെ, വിസ്മയം മൂലം, വിമുഖൻ വ്യാമോഹമുള്ളവനായി തീർന്നു. ഹരി. സാരം.
എവിടെയും ഏതു സമയത്തും ഭക്തി നിറഞ്ഞ ഗോപികമാർ ഗൃഹകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങയെക്കുറിച്ചുള്ള പാട്ടുകൾ പാടുന്നു. വിശ്രമിക്കുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തങ്ങളിൽ പറയുന്നു. അവർ ഉറക്കത്തിൽ ബോധമില്ലാതെ നടത്തുന്ന സംഭാഷണവും സംബന്ധികൾ തന്നെ. അവരുടെ ഗമനം തുടങ്ങിയ ചേഷ്ടകൾ ഭഗവാനെ അനുകരിക്കുന്നവയായിരുന്നു. ഇപ്രകാരം ഗോപികമാരുടെ സകല ചിന്തകളിലും പ്രവൃത്തികളിലും വാക്കുകളിലും ഒക്കെ ഗോപികമാർ സ്വന്മയികളാണെന്ന് കണ്ടറിഞ്ഞ ഉദ്ധവൻ അവരുടെ ഭക്തി പാരവശ്യമൂർത്തെ എന്ത് ചെയ്യണമെന്നറിയാതെ അത്ഭുത പരതന്ത്രനായി അവിടെ കഴിഞ്ഞു. ഹരി ഓം.